തിരുവനന്തപുരം കോർപ്പറേഷന്റെ തനത് ഫണ്ട് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഗൂഢശ്രമത്തെക്കുറിച്ചാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫണ്ട് തട്ടിയെടുക്കാൻ സർക്കാരിൻ്റെ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ 11-ാം തീയതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിലിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. നവംബർ 18-ാം തീയതി സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജ്യോതിലാൽ IAS ഒരു കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. 200 കോടി രൂപ സർക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ രഹസ്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ശ്രീ ജ്യോതിലാൽ ഒപ്പിട്ട കത്തിന് കൂടെ നമുക്ക് വെളിവാക്കുന്നത്. പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുക, സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടുകൊണ്ട് വരുന്ന ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക, നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. നവംബർ 18-ാം തീയതി കൊടുത്ത കത്ത് പ്രകാരം ഇപ്പോൾ ഇന്ന് മുതൽ 200 കോടി രൂപ കൈമാറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരാൻ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഭരണസമിതിയെ എല്ലാം കൊണ്ടും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ള ശ്രമത്തിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് ഇതിനെ കാണാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത്. ഇതിന് ശക്തമായി തന്നെ BJP ശക്തി നേരിടും. പുതിയ ഭരണസമിതിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഒരു കാരണവശാലും ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ബഹുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള സമരപരിപാടിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് പല രീതിയിലും അധികാരം മാറി BJPക്ക് അനുകൂലമായ ജനവിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരും CPM-ഉം അത് പ്രത്യേകിച്ചും CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കൂടിക്കൊണ്ട് തന്നെ അവർ ഇതിനെ എങ്ങനെയൊക്കെ BJPക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അവർ വളരെ കാര്യപദ്ധതികൾ, നിഗൂഢമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. ഇതിനെ ശക്തമായി തന്നെ ഞങ്ങൾ തടയിടാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിരവധി പ്രാവശ്യം ഇവരുടെ ചരിത്രമാണ് ഫണ്ട് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിലേക്ക്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ആ ഫണ്ട് കൈമാറിയതൊന്നും കൃത്യമായി തിരിച്ച് വന്നിട്ടുമില്ല. അതിന് ഒരു ഉദാഹരണം കേന്ദ്ര സർക്കാരിൻ്റെ പൊതു ടാപ്പുകളുടെ വാടക നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മുഖേന കേരളത്തിൽ ലഭിച്ച 729 കോടി രൂപ 2025 മാർച്ചിൽ കേരളം സംസ്ഥാന സർക്കാർ കേന്ദ്ര വാട്ടർ അതോറിറ്റിക്ക് നൽകിയ തുക ഉടനടി പിൻവലിച്ച് ട്രഷറിയിൽ എത്തിച്ചെങ്കിലും നാളിതുവരെ തുക തിരിച്ചു നൽകിയിട്ടില്ല. ഇതൊരു ചരിത്രം ആണ്, ഇതിനൊരു ഉദാഹരണമാണ് പറയുന്നത്. പാർട്ടി ഒരു ഒരാളുടെ തീരുമാനിച്ചാൽ വേറെ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ്. ഇപ്പോൾ നിലവിലെ ചർച്ച തുടങ്ങി. 26-ാം തീയതിയാണ് പുതിയ മേയർ അധികാരമേൽക്കുന്നത്. എന്തായാലും അതിനു മുമ്പ് തിരുവനന്തപുരത്തിൻ്റെ BJPയുടെ ആദ്യത്തെ മേയർ ആരാണ് എന്നുള്ളത് നിങ്ങളറിയും. വളരെ സന്തോഷപൂർവ്വം തന്നെയാണ്. അത് BJPയുടെ 101 സ്ഥാനാർത്ഥികൾ നിർത്തിയതിൽ എല്ലാ 101 സ്ഥാനാർത്ഥികളും മേയർ ആവാൻ യോഗ്യതയുള്ളവർക്ക് നിർത്തിയിട്ടുള്ളത്. അതിൽ 50 പേര് ജയിച്ചു. 50 പേര് ഞങ്ങളുടെ കാഴ്ചപ്പാടിന് മേയർ ആകാൻ യോഗ്യതയുള്ളത് തന്നെയാണ്. അതിലെ ആരെ വേണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. കൗൺസിലർമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത്, പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത്, തിരുവനന്തപുരത്തിൻ്റെ നേതാക്കന്മാരുടെ ചർച്ച ചെയ്ത ശേഷം സംസ്ഥാനം ഒരു തീരുമാനമെടുത്ത് ഞങ്ങളറിയാം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച 50 കൗൺസിലർമാരും മേയറാകാൻ അർഹത ഉള്ളവരാണ്. എന്നാൽ പാർട്ടിയുമായി തീരുമാനിച്ച ശേഷമാകും അടുത്ത തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ മേയർ ആരാകും എന്നുള്ള കാര്യം തീരുമാനിക്കും. ഉടൻ തന്നെ ആ ഒരു പ്രഖ്യാപനം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിരിക്കും. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.